എപ്പിസോഡ് തുടക്കത്തിൽ നോയലിന്റെ കണ്ണിൽ നോക്കി ഒരു കുട്ടി സഹായം ചോദിക്കുന്നു. ഒരു ചെറിയ കുട്ടി എന്റെ കണ്ണിൽ നോക്കി സഹായം ചോദിച്ചിട്ടും എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. ഇല്ല, തീർച്ചയായിട്ടും ഞാൻ ഇവിടെയുള്ളവരെ പ്രൊട്ടക്ട് ചെയ്യും, കാരണം ഞാനൊരു റോയൽറ്റിയാ എന്നവൾ പറയുന്ന സമയത്താണ് അവളുടെ ഗ്രിമോരിൽ നിന്നും ഒരു പുതിയ സ്പെൽ വരുന്നത്. വെർച്വൽ ക്രിയേഷൻ മാജിക് സീ ഡ്രാഗൺ സ്ലിംഗ്. പെട്ടെന്നാണ് വാട്ടർ കൊണ്ടുണ്ടാക്കിയ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബാരിയർ അവിടെ ക്രിയേറ്റ് ആവുന്നത്. തീർച്ചയായിട്ടും ഞാൻ ഇവിടെ ഉള്ളവരെ പ്രൊട്ടക്ട് ചെയ്യും, കാരണം ഞാനൊരു റോയൽറ്റിയാ, മാത്രമല്ല ഒരു ബ്ലാക്ക് ബുൾ സ്ക്വാഡ് മെമ്പർ കൂടെയാണ്. സോ അവളുടെ പവർ കണ്ട് അതിനകത്തിരിക്കുന്ന കുട്ടി അവളെ തന്നെ നോക്കുന്നു. ഇതേ സമയമാണ് ഗ്രീസ് അവന്റെ പവർ ഉപയോഗിച്ച് ആ ബാരിയർ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. എന്നാൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആ ബാരിയറിന് ഒരു പോറൽ പോലും സംഭവിക്കുന്നില്ല. ഹേയ്, ഇത് വളരെ അമേസിംഗ് ആയിട്ടുള്ള ഒരു മാജിക് പവറാ. ഞാൻ നിന്നോട് പറഞ്ഞില്ലേ പരിശ്രമിച്ചാൽ തീർച്ചയായിട്ടും വിജയിക്കാൻ സാധിക്കുമെന്ന് എന്ന് മാഗ്ന അവളോട് പറയുന്നു. ഇതേ സമയം ഇവൾക്ക് എങ്ങനെ ഇത്രയധികം പവർ കിട്ടിയെന്നുള്ള കാര്യം ഗ്രീസിന് മനസ്സിലാവുന്നില്ല. മറ്റൊരു ഭാഗത്ത് ഒരു ചാൻസ് കിട്ടിയ അവനെ ഇല്ലാതാക്കാൻ വേണ്ടി നിൽക്കുവാണ് ആസ്ത. പെട്ടെന്ന് ആ സോഡ് ഉപയോഗിച്ച് ആ ബേറിന്റെ അകത്തുനിന്നും അവൻ പുറത്തോട്ട് ചാടുന്നു. നീ പറയുന്നത് കേട്ടതൊന്നും മാജിക് നൈറ്റിൽ ജോയിൻ ചെയ്യാൻ മാത്രമുള്ള പവർ ഒന്നും നിന്റെ കയ്യിൽ ഇല്ലെന്ന് എന്ന് ഗ്രീസ് പറഞ്ഞത് അവൻ ആലോചിക്കുന്നു. ശരിയാ, എന്റെ കയ്യിൽ പറയാൻ പോലും ഒരു മാജിക് ഇല്ല, പക്ഷെ നിന്നെ ഇല്ലാതാക്കാൻ എനിക്ക് അതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ ആ സ്ഥാപനം ഒറ്റ കുത്തങ്ങ് കുത്തുന്നു. ഇത് കണ്ട് എല്ലാവരും ഞെട്ടുന്നു. നിന്റെ സോഡ് ഉപയോഗിച്ച് മാജിക് ക്യാൻസൽ ചെയ്യാൻ നിന്നെ കൊണ്ട് സാധിക്കും, എന്നാ സോഡ് നിന്റെ കയ്യിലില്ലെങ്കിൽ നീ വെറും സാധാരണ മനുഷ്യൻ മാത്രമാണ്. ഇനി എന്റെ പവർ എന്താണെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ക്രിസ്റ്റൽ കൊണ്ട് ആസ്തയെ അറ്റാക്ക് ചെയ്യുവാണ് ഗ്രീസ്. ഇനി സമാധാനമായിട്ട് ഉറങ്ങിക്കോ ചെള്ളുചക്ക എന്ന് പറഞ്ഞ് ഗ്രീസ് ആ ബാരിയറിന്റെ അടുത്തോട്ട് വരുന്നു. ശരിക്കും ഇത് വളരെ അമേസിംഗ് ആയിട്ടുള്ള ഒരു മാജിക് പവറാ, എന്നാൽ എന്നെ സംബന്ധിച്ച് ഇത് വെറും വെള്ളം മാത്രമാണ് എന്ന് പറഞ്ഞ് അവൻ അത് ഐസാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. നിങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് എന്റെ വിലപ്പെട്ട സമയം കളഞ്ഞതിന് സമാധാനം പറഞ്ഞേ പറ്റൂ. ഇപ്പൊ എന്റെ കയ്യിൽ മാജിക് പവർ ഇല്ല, പക്ഷേ ഞാനിത് വിട്ടുകൊടുക്കില്ല. ഫ്ലെയിമും ഐസും തമ്മിലുള്ള പോരാട്ടത്തിൽ എനിക്ക് വിജയിച്ചേ പറ്റൂ. ഞങ്ങളുടെ 3 പേരുടെയും കഴിവ് വളരെയധികം വ്യത്യസ്തമാണ്, എന്നാ അതിനെ 3നെയും എതിർക്കാൻ ഇവനെ കൊണ്ട് സാധിക്കും. എന്നോട് ക്ഷമിക്ക് റിയോമി സാർ, എനിക്ക് ഇവനെ തോൽപ്പിക്കാൻ സാധിക്കില്ലെന്ന് തോന്നുന്നു എന്ന് മാഗ്ന ചിന്തിക്കുന്ന സമയത്താണ് അവന്റെ പുറകിലൂടെ വന്ന ആസ്ത അവനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. നീ ഒരുപാട് വൈകിപ്പോയി എന്ന് പറഞ്ഞ് വീണ്ടും ഗ്രേസ് അവനെ അടിക്കുന്നു. നിന്നെ കൊല്ലണ്ട, പോവാണെങ്കിൽ പോട്ടെ എന്ന് വിചാരിച്ച് വിട്ടുകളഞ്ഞതാ, പക്ഷെ നിനക്ക് കുറച്ച് ധൈര്യം കൂടുതലാ. ഇനി നിനക്ക് നേരെ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്നവൻ പറയുന്ന സമയത്താണ് ഞാൻ ഒരിക്കലും തോറ്റു തരില്ലടാ എന്ന് പറഞ്ഞ അടികൊണ്ട് ആസ്ത അവനെ നേരെ ഓടുന്നത്. എന്ന വളരെ പെട്ടെന്ന് തന്നെ വീണ്ടും അവനെ അടിച്ച് താഴെ ഇടുവാണ് ഗ്രീസ്. എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ഒരിക്കലും തോറ്റു തരില്ലടാ എന്ന് പറഞ്ഞ ആസ്ത വീണ്ടും എഴുന്നേറ്റ് നിൽക്കുന്നു. എന്റെ ഈ സമയം ഇല്ലാതാക്കുന്നതിന് നീ തീർച്ചയായിട്ടും അനുഭവിക്കും എന്നിത് കണ്ട് മാഗ്ന അവനെ തന്നെ നോക്കുന്നു. നീ ശരിക്കും വേറെ ലെവലാണ് മാഗ്ന. ഹേയ്, ഇങ്ങനെ ഒരു കാര്യം നടക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. നീ ഇപ്പോ ഒരു മാജിക് നൈറ്റ് ആയിട്ട് മാറിയിരിക്കുന്നു. സോ അവരുടെ ഗ്രാമത്തിൽ നിന്നും ആദ്യമായിട്ട് ഒരാൾ മാജിക് നൈറ്റ് ആയതുകൊണ്ട് അവരെല്ലാവരും അവനെ പുകഴ്ത്തുന്നു. ഹേയ്, ശരിക്കും നീ അത് നേടിയെടുത്തു മാഗ്ന. നിന്നെ കൊണ്ട് അതിന് സാധിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. ഇന്നു മുതൽ റോട്ടിൽ കറങ്ങി തിരിഞ്ഞു നടക്കുന്ന ഒരു സാധാരണ വാഴയല്ല നീ, ആളുകളെ സംരക്ഷിക്കുന്ന ഒരു മാജിക് നൈറ്റ് ആണ്. ഇതാ എന്റെ വക നിനക്കൊരു സമ്മാനം എന്ന് പറഞ്ഞ സാഗി അവനൊരു ബാഗ് സമ്മാനിക്കുന്നു. ഇതെല്ലാം ആലോചിച്ച് മാഗ്ന, ഇല്ല, ഒരിക്കലും ഞാൻ എന്റെ വിശ്വാസം കൈവിടില്ല. ഒരു യഥാർത്ഥ യോദ്ധാവ് ഒരിക്കലും അവന്റെ വിശ്വാസം കൈവിടില്ല. ഞാൻ ആരാണെന്ന് ഞാൻ ഇവർക്ക് കാണിച്ചു കൊടുക്കും എന്ന് പറഞ്ഞ് മാഗ്ന ആ ബാരിയറിനുള്ളിൽ നിന്നും പുറത്തോട്ട് പോകുന്നു. നിന്നെ കൊണ്ടൊരിക്കലും എന്റെ രോമത്തിൽ പോലും തൊടാൻ സാധിക്കില്ല കൊച്ചു പയ്യ. ജീവൻ വേണമെങ്കിൽ തോൽവി സമ്മതിച്ച് ഇവിടെ നിന്നും ഓടിപ്പോക്കോ. ഞാൻ ഇവിടെ നിന്നും പോയാ ഇവരാരെ പ്രൊട്ടക്ട് ചെയ്യുവാടാ. ഇന്നല്ലെങ്കിൽ നാളെ തീർച്ചയായിട്ടും ഞാനൊരു വിസാർഡ് കിങ് ആയി മാറിയിരിക്കും. പക്ഷെ ഇപ്പൊ ഇവിടെ തോറ്റു പിന്മാറിയാൽ ഇത്രയും ഞാൻ കഷ്ടപ്പെട്ടതിന് ഒരു അർത്ഥവും ഉണ്ടാവില്ല. ഓ, നീ വിസാർഡ് കിങ് ആവണോന്നാണ് ആഗ്രഹിക്കുന്നത്? ഇതൊക്കെ എന്ത് ഡ്രീമാടാ. നിനക്കൊക്കെ വിധിച്ചിട്ടുള്ളതേ നീ ആഗ്രഹിക്കാൻ പാടൂ. വെറുതെ എന്റെ സമയം കളയരുത് എന്ന് പറയുവാണ് ഗ്രീസ്. ഇതേ സമയമാണ് മാഗ്ന ആ വാട്ടറിന്റെ അകത്തുനിന്ന് പുറത്തോട്ട് വരുന്നത്. നിനക്ക് അവനെ തൊടണമെങ്കിൽ നീ ആദ്യം എന്നെ തോൽപ്പിക്കണം. ഞാനിവിടെ നിൽക്കുന്ന സമയത്ത് എന്റെ ജൂനിയറിന്റെ രോമത്തിൽ പോലും തൊടാൻ ഞാൻ സമ്മതിക്കില്ല. നീ റെഡിയാണോ ആസ്ത? ഇത് പ്രാക്ടീസത്തിനുള്ള സമയമാ എന്ന് പറഞ്ഞ് മാഗ്ന തന്റെ ഗ്രിമോരി പുറത്തോട്ടെടുക്കുന്നു. ദിസ് ഈസ് മൈ സോൾ ബോൾ ഫ്ലൈയിങ് മാജിക് പ്രസന്റിംഗ് കാറ്റ ഷോട്ട് എന്ന് പറഞ്ഞ് തന്റെ മുഴുവൻ മാജിക്കും പുറത്തെടുത്ത് അവനെ അറ്റാക്ക് ചെയ്യുവാണ് മാഗ്ന. ഇത് വെച്ച് എന്റെ രോമത്തിൽ പോലും തൊടാൻ നിന്നെ കൊണ്ട് സാധിക്കില്ല എന്ന് പറഞ്ഞ് ഗ്രീസ് അത് തടയുന്നു. നിന്റെ ടൈം അവസാനിച്ചു എന്ന് പറഞ്ഞ് മാഗ്നയെ അവൻ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു.
ആ അറ്റാക്ക് വേസ്റ്റ് ആയിട്ടില്ലടാ എന്ന് പറഞ്ഞ ആസ്ത തന്റെ സോഡ് ഉപയോഗിച്ച് ആ ഫ്ലെയിം ഒറ്റ അടി അങ്ങ് അടിക്കുന്നു. അപ്പോഴാണ് ഗ്രീസിന് അവരുടെ യഥാർത്ഥ പ്ലാൻ എന്താണെന്ന് മനസ്സിലാവുന്നത്. ഇതേ സമയം കണ്ണു തുറക്കുന്ന മാഗ്നെ കാണുന്നത് അവന്റെ ജീവൻ ഒരു പോറൽ പോലും സംഭവിച്ചിട്ടില്ല. സോ നോയൽ തന്റെ മാജിക് ഉപയോഗിച്ച് അവന്റെ മുകളിൽ ഒരു ബാരിയർ ക്രിയേറ്റ് ചെയ്തിരുന്നു. ഇതിനുള്ള താങ്ക്സ് പിന്നെ പറഞ്ഞാ മതി എന്ന് മാസായിട്ട് പറയാണ് നോയൽ. പക്ഷെ അവളുടെ ഉള്ളിൽ തന്റെ മാജിക് പവർ കറക്റ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യുന്നത് കൊണ്ട് തുള്ളി ചാടിക്കൊണ്ടിരിക്കുകയാണ് അവൾ. ഇതേ സമയം ആ തീയിൽ നിന്നും രക്ഷപ്പെട്ട ഗ്രീസ് തനിക്ക് പറ്റിയ പരിക്കുകളെല്ലാം ഫ്രീസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. പെട്ടെന്നാണ് ഇതൊന്നും ഇനി അവസാനിച്ചിട്ടില്ലടാ എന്ന് പറഞ്ഞ തന്റെ സോഡും കൊണ്ട് ആസ്ത അങ്ങോട്ട് വരുന്നതാ. ഏയ് ഇല്ല വേണ്ട, നിന്നെ ഞാൻ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ സമ്മതിക്കില്ലടാ എന്ന് പറഞ്ഞ അവനെ ഒറ്റ വെട്ട അങ്ങ് വെട്ടുന്നു. ഇല്ല, ഞാനൊരിക്കലും ഇത് പ്രതീക്ഷിച്ചില്ല. ഇവനെ പോലെ ഒരു ചെറിയ പയ്യന്റെ മുമ്പിൽ ഞാൻ തോറ്റുപോയോ? ഇതെന്റെ മാസ്റ്റർ അറിഞ്ഞ എന്നെ പറ്റി എന്ത് വിചാരിക്കും എന്ന് പറഞ്ഞ് ഗ്രീസ് താഴെ വീഴുന്നു. പെട്ടെന്ന് ഫ്ലൈം ബൈൻഡിങ് മാജിക് ഉപയോഗിച്ച് മാഗ്ന അവരെയൊക്കെ കെട്ടിയിടുന്നു. പക്ഷെ പെട്ടെന്ന് തന്റെ ഗ്രിമോരി ഉപയോഗിച്ച് അതിലൊരു തെൻ രക്ഷപ്പെടുന്നു. എന്നാ അത് കാര്യമാക്കാത്ത ആസ്ത, നിന്നെ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ സമ്മതിക്കില്ല. കണ്ടോ, നിനക്ക് മുമ്പിൽ ഞാൻ വിജയിച്ചു. അതെ, ഞാൻ വിജയിച്ചു. യെസ്, ഞാൻ വിജയിച്ചു എന്നും പറഞ്ഞ് നിലവിളിക്കുകയാണ് ആസ്ത. പെട്ടെന്ന് അവൻ ബോധം കെട്ടി താഴെ വീഴുന്നു. ആസ്ത, നിനക്ക് എന്തു പറ്റി എന്ന് മാഗ്ന ചെന്ന് നോക്കുന്ന സമയത്ത് അവൻ അവിടെ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഡേയ്, ഈ നേരത്ത് ഉറങ്ങിക്കൊണ്ടിരിക്കുന്നോടാ എന്ന് പറഞ്ഞ് മാഗ്നയും താഴെ കിടക്കുന്നു. ശരിക്കും അവനൊരു മണ്ടനാ. ഏത് സമയത്ത് എന്താണ് ചെയ്യേണ്ടതെന്ന് അവന് അറിയില്ല. എപ്പോഴും മണ്ടത്തരങ്ങൾ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ അവൻ ചെയ്യും. ഒരുപാട് ഒച്ചത്തിൽ സംസാരിക്കും. സത്യം പറഞ്ഞ ഒരു സാധാരണ ആൾ മാത്രമാണ് അവൻ. പക്ഷെ ഇന്ന് അവൻ ചെയ്തത് വളരെ വലിയൊരു കാര്യമാണ് എന്ന് അവനെ നോക്കി ചിന്തിക്കുകയാണ് നോയൽ. സോ ആസ്തയെ കണ്ട് ഞങ്ങളെ പോലെയുള്ള ഒരു സാധാരണക്കാരൻ തന്നെയാണ് അവൻ എന്ന് അവിടെയുള്ള ആളുകളും ചിന്തിക്കുന്നു. ഒരുപാടധികം നന്ദിയുണ്ട് മാഗ്ന, ഞങ്ങളെ രക്ഷിച്ചതിന് എന്ന് അവനോട് പറയുന്നു. സത്യത്തിൽ ഇത് ഞങ്ങളുടെ ജോലിയാ എന്ന് നോയലും അവരോട് പറയുന്നു. എന്നാലും നിങ്ങളില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ഇപ്പൊ ഇവിടെ ഇങ്ങനെ ജീവനോടെ ഇരിക്കില്ലായിരുന്നു എന്ന് ആ ഗ്രാമത്തിലെ ജനങ്ങൾ അവരോട് പറയുന്നു. ഇതേ സമയമാണ് അവന്റെ റോബിനകത്തുനിന്നും എന്തോ സാധനം പുറത്തോട്ട് വരുന്നത്. നോക്കുന്ന സമയത്ത് അത് ആ പക്ഷിയായിരുന്നു. മുകളിലോട്ട് പറന്നുപോയ ആ പക്ഷി അവിടെ ഉണ്ടായിരുന്ന ഒരു ബിൽഡിങ്ങിലോട്ട് നോക്കുന്നു. അവിടെ എന്തോ ഒരു സാധനം ഇരിക്കുന്നതായിട്ട് അതിന് മനസ്സിലാവുന്നു. സോ പിങ്ക് കളറിലുള്ള ഒരു സ്റ്റോൺ ആയിരുന്നു അതിനകത്ത്. പിന്നീട് നമ്മൾ കാണുന്നത് നമ്മുടെ മാഗ്നേനെയാണ്. ഓ എഴുന്നേറ്റോ, എന്റെ അടുത്ത പവർ വരുന്നത് വരെ കാത്തിരിക്കടാ. എന്റെ കയ്യിലുള്ള ഈ സൈക്ലോൺ വെച്ച് ഞാൻ നിങ്ങളെ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് കാത്തിരുന്ന് കാണ്. സോ മാഗ്നയുടെ ആ മാജിക് സ്പെല്ല് കാരണം ഗ്രേസിന് അനങ്ങാൻ പോലും സാധിക്കുന്നില്ല. ഈ ഗ്രാമത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ചതിന് നിങ്ങളൊക്കെ അനുഭവിക്കുവടാ. യഥാർത്ഥ മാജിക് നൈറ്റ്സ് എന്താണെന്ന് ഇനിയാണ് നിങ്ങൾ കാണാൻ പോകുന്നത് എന്ന് മാഗ്ന അവനോട് പറയുന്നു. ഇല്ല, ഞങ്ങളുടെ അവസാനം അടുത്തു വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് ഗ്രീസ് ഐസ് ബാരിയർ എന്ന തന്റെ അവസാനത്തെ മാജിക് ഉപയോഗിക്കുന്നു. സോ അവിടെ വെച്ച് അവർ 3 പേരും സ്വയം ഇല്ലാതാവുന്നു. മാഗ്നയുടെ കയ്യിലുണ്ടായിരുന്ന ആ ഗ്രിമോരിയും മറഞ്ഞു പോകുന്നു. എന്ന് ഇതൊക്കെ കണ്ട് ആർക്കൊന്നും തന്നെ വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. സ്വന്തം ജീവൻ പോലും കളയണമെങ്കിൽ ആർക്കാ ഇവൻ അത്രയധികം വിശ്വസ്തനായിട്ടിരിക്കുന്നേ എന്ന് ചിന്തിക്കുവാണ് മാഗ്ന. പിന്നീട് നമ്മൾ കാണുന്നത് മരിച്ചുപോയ സാഗിയുടെ ഫ്യൂണറൽ ചടങ്ങെല്ലാം കഴിഞ്ഞ് അവരവിടെ നിൽക്കുന്നതാണ്. എന്താ ശരിക്കും അപ്പൊ അവിടെ സംഭവിച്ചത് അതെനിക്ക് അറിയണം എന്ന് പറയുവാണ് മാഗ്ന. സോ അവരുടെ മാജിക് പവർ ഉപയോഗിച്ച് ഗ്രീസിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ അവരെ കൊണ്ട് സാധിച്ചില്ല. നിന്റെ മുത്തശ്ശൻ ഒരു നല്ല മനുഷ്യനായിരുന്നു. അവരൊരു യഥാർത്ഥ പോരാളിയായിരുന്നു. നിങ്ങളുമായിട്ട് കാർഡ്സ് കളിച്ചതെല്ലാം അവർ ഞങ്ങളോട് പറയുമായിരുന്നു. മാജിക് നൈറ്റിനെ ഞാൻ തോൽപ്പിച്ചു എന്ന് പറഞ്ഞ് അഭിമാനിക്കുകയായിരുന്നു. അവർക്ക് കിട്ടുന്ന പണം കൊണ്ട് ഇവിടെയുള്ള എല്ലാവർക്കും ഫുഡും ടോയ്സും എല്ലാം വാങ്ങിത്തരുമായിരുന്നു. എന്നാ ഒരിക്കലും അവരെ ശ്രദ്ധിച്ചിരുന്നില്ല. എന്തെങ്കിലും ഒരു ദിവസം മാജിക് നൈറ്റ് ആവണമെന്ന് അവർ ആഗ്രഹിച്ചിരുന്നു. എന്നാ അവരെ കൊണ്ട് അതിന് സാധിച്ചില്ല. ചെറുപ്പം തൊട്ടേ അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്തിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവരെ കൊണ്ട് മാജിക് നൈറ്റ് ആവാൻ പറ്റുമെന്ന് അവർ പറയുമായിരുന്നു. എന്ന് എനിക്കറിയാം. തീർച്ചയായിട്ടും നിങ്ങൾ 2 പേരും ചെയ്തത് കണ്ട് അവർ അഭിമാനിക്കുന്നുണ്ടാകും. എനിക്കിപ്പോ ഒരേ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. ഒരിക്കൽ ഞാൻ ഒരു മാജിക് നൈറ്റ് ആയിട്ട് മാറും. അതിന് എന്നെ കൊണ്ട് സാധിക്കില്ലേ എന്ന് ചോദിക്കുവാണ് നിക്ക്. തീർച്ചയായിട്ടും നിന്നെ കൊണ്ട് അതിന് പറ്റും. ഈ ലോകത്ത് നേടിയെടുക്കാൻ പറ്റാത്തതായിട്ട് ഒരു കാര്യവുമില്ല. നിന്നെ കൊണ്ട് എന്ത് വേണമെങ്കിലും ചെയ്യാൻ സാധിക്കും. നിന്റെ ഫ്യൂച്ചർ നിന്റെ കയ്യിലായിരിക്കുന്നെ എന്ന് പറയാണ് മാഗ്ന. അവർ പറയുന്നത് ശരിയാ. ഞാനൊരു സാധാരണ കുഗ്രാമത്തിൽ നിന്നുമാണ് വരുന്നത്. എന്നെ എത്ര വലിയ കാര്യമാണ് ഞാൻ ചെയ്തതെന്ന് നീ കണ്ടില്ലേ? ഞാനൊരു മാജിക് നൈറ്റ് ആയിട്ട് മാറിയിരിക്കുന്നു. എന്നെ ഇതൊരിക്കലും അത്ര ഈസി ആയിരിക്കില്ല. നന്നായിട്ട് എഫേർട്ട് എടുക്കണം, നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യ്. തീർച്ചയായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ നിന്നെ കൊണ്ട് അതിന് സാധിക്കും. നിനക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കും, മനസ്സിലായോ എന്ന് ചോദിക്കുകയാണ് ആസ്ത. ഇതേ സമയമാണ് ആ പക്ഷി അവന്റെ അടുത്തോട്ട് വന്ന് അവന്റെ തലയിൽ കൊത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് കണ്ട് ദേഷ്യം വന്ന ആസ്ത അതിനെ പിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അപ്പോഴാണ് അതിന്റെ വായിലിരിക്കുന്ന ആ സ്റ്റോൺ അവൻ ശ്രദ്ധിക്കുന്നത്. ഹേയ്, അതെന്താണെന്ന് എനിക്കറിയാം. മുത്തശ്ശന്റെ കയ്യിൽ അതെപ്പോഴും ഉണ്ടാവുമായിരുന്നു എന്ന് പറയുവാണ് നിക്ക്.
ഡേയ് മര്യാദയ്ക്ക് ഇത് എനിക്ക് താടാ, അത് വളരെ പ്രീഷ്യസ് ആയിട്ടുള്ള ഒന്നാണ്, അതിണ്ടായ തീർച്ചയായിട്ടും ഭാഗ്യം ഉണ്ടാവും, എനിക്ക് താടാ എന്ന് പറഞ്ഞ് അതിന്റെ കയ്യിൽ നിന്ന് മേടിക്കാൻ ശ്രമിക്കുവാണ് ആസ്ത. ഹേയ് കുഴപ്പമില്ല, അതിനത് ഇഷ്ടപ്പെടുന്നു തോന്നുന്നു, അത് എടുത്തോട്ടെ. നിങ്ങൾ അതൊന്നുമില്ലാതെ ഞങ്ങളെ രക്ഷിച്ചില്ലേ, തീർച്ചയായിട്ടും അതിനുള്ള കഴിവ് നിങ്ങളുടെ കയ്യിലുണ്ട്. ഇത് കേട്ട ആസ്ത അതിനെ വെറുതെ വിടുന്നു. പക്ഷെ എന്നിട്ടും അവന്റെ തലയിൽ കൊത്തിക്കൊണ്ടിരിക്കുകയാണ് ആ കിളി. ഡേയ് ഞാൻ നിന്നെ ഇന്ന് വറുത്ത് കഴിക്കോടാ, നോക്കിക്കോ എന്ന് പറഞ്ഞ് അതിനെ പിടിക്കാൻ വേണ്ടി ശ്രമിക്കുവാണ് ആസ്ത. പിന്നീട് നമ്മൾ കാണുന്നത് അവിടെ നിന്നും രക്ഷപ്പെട്ട ആ ഒരുത്തനെയാണ്. ഓ അങ്ങനെയാണോ, നീ പറഞ്ഞു വരുന്നത് ആ മാജിക് സ്റ്റോൺ ഇപ്പോ ബ്ലാക്ക് ബുള്ളിന്റെ കയ്യിലാണെന്നാണോ? ആ അത് വിട്ടേക്ക്, ബ്ലാക്ക് ബുള്ളിനെ എതിർക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും, അതിനുള്ള സമയവും നമ്മളുടെ കയ്യിലുണ്ട്. നമ്മൾ തയ്യാറാവുന്നത് വരെ ആ സ്റ്റോൺ അവരുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ എന്ന് പറയുവാണ് അയാൾ. സോ അപ്പോഴാണ് അവരുടെ കോസ്റ്റ്യൂമിലുള്ള സിമ്പിൾ നമ്മൾ കാണുന്നത്. ഗോൾഡൻ ഡൗണിന്റെ സിമ്പിൾ ആയിരുന്നു അത്. സോ അവിടെ വെച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു. യൂനോ അടങ്ങുന്ന ആ മാജിക് നൈറ്റ് സ്ക്വാഡിന്റെ പേരാണ് ഗോൾഡൻ ഡൗൺ. സാസി വില്ലേജിലുള്ള ആ സ്റ്റോൺ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവരങ്ങോട്ട് വന്നത്. എന്തായിരിക്കും ആ സ്റ്റോണിന് അതിന് മാത്രം പ്രത്യേകത? ഇനി അത്രമാത്രം പ്രത്യേകതയുള്ള സ്റ്റോൺ ആണെങ്കിൽ പോലും ഇപ്പൊ ആ സ്റ്റോൺ ഇരിക്കുന്നത് ആ പക്ഷിയുടെ കയ്യിലാണ്. സോ എന്തായിരിക്കും ഇനി സംഭവിക്കാൻ പോകുന്നത്? എന്തായാലും നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തടത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. അടുത്ത എപ്പിസോഡ് അടുത്ത ദിവസം വരെ, അതുവരേക്കും ബൈ.